ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ PMR ലൈഫ് ഓഫ് PMR പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. ബേഡ്സ് നമ്മൾ കാണാൻ പറ്റുമ്പോൾ ഇങ്ങനെ ഇതിനെ പൂതിച്ച് വരും. വെള്ളത്തൊക്കെ ചാടി. അപ്പോൾ ഷോപ്പിൽ പോകാൻ ഇറങ്ങിയതാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞു. കുടിക്കാല വെള്ളം ഫില്ല് ചെയ്ത് കൊണ്ടുപോകണ്ടോ. ഉച്ചക്കുള്ള ഫുഡും പാർസലാക്കി എടുത്ത് കടയിൽ പോയിട്ട് കഴിക്കാം. കടയിൽ പോയിട്ട് വേണം കേട്ടോ. ഇന്നലെ രാത്രി നമ്മളെ വീടിൻ്റെ മുമ്പിൽ നിന്നാണ് ആ മലമ്പാമ്പിനെ കിട്ടിയത്. അതിനെ പിടിച്ചു കൊണ്ടുപോയി. പക്ഷെ രാവിലെ നമ്മൾ ഇതായി തോട്ടത്തിൽ മൊത്തം കുട്ടികളെയൊക്കെ കൊണ്ട് തേങ്ങ പൊറുക്കി നടക്കുന്ന പരിപാടിന് ആ സമയത്തൊന്നും ഭാഗ്യം കൊണ്ട് അതിൽ ചവിട്ടിയിട്ടില്ല. എന്തായാലും രാവിലെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായതിനെ കഴിക്കാറ്. കാരണം രാത്രി ശിവറാക്ക് പറഞ്ഞത് നമ്മളെ തൊടുന്ന് ഇങ്ങനെ ഇറങ്ങി റോട്ടിലേക്ക് ക്രോസ് ചെയ്യണ കണ്ടു എന്നാണ് പറഞ്ഞത്. ഭാഗ്യം കൊണ്ടാണ് ആർക്കൊന്നും പറ്റാത്തത് ചവിട്ട് കിട്ടാൻ. ഇപ്പോൾ കടിച്ചാൽ വിഷമൊന്നുമില്ല, പക്ഷെ കടിച്ചാൽ നല്ല രീതിക്ക് കടിക്കും. പെട്ടെന്നൊന്നും കടി വിടൂല. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ എത്തിരിക്ക് തന്നെ ആ കടിയിൽ തന്നെ എല്ലൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയോ കർഷകരുടെ കാവലുകൊണ്ട് ഇന്നലെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇവിടെ ഇങ്ങനെ ഇറങ്ങിയാണ് റോട്ടിലേക്ക് പോകുമായിരുന്നു മൂപ്പര് പറഞ്ഞത്. നമ്മളെത്തിയപ്പോൾ തന്നെ റോട്ടിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ചെക്കന്മാർ മറ്റേ ഫാമിൻ്റെ അടുത്ത് ഫർണിച്ചറിൻ്റെ ചെക്കന്മാരുണ്ട്. ഓല സ്കൂട്ടർമാരാണ് പിന്നെ കയറിയത്. ഓല് കുറേ നേരം എന്നെ വാലുകൊണ്ട് പിടിച്ച് റോട്ടിൽ തന്നെ പിടിച്ചിട്ടു. അല്ലെങ്കിൽ ആ കാട്ടിക്ക് പോയാലും കിട്ടൂല, നമ്മൾ ഈ തോട്ടത്തിൽ കയറിയാലും രാത്രി കിട്ടാൻ ഒരു വഴിയില്ല. ഇവിടെയൊക്കെ മതിൽമൊക്കെ കയറാൻ നോക്കിയിരുന്നു. അവസാനം സീമറാക്ക് വീട്ടിൽ വന്നിട്ട് ചാക്കൊക്കെ ചോദിച്ചു. അപ്പോഴാണ് നമ്മളെ കാര്യം അറിഞ്ഞ് ഇറങ്ങി വരുന്നത്. ആ സമയത്ത് തന്നെ അവിടെ റോട്ടിൽ ആ ചെക്കന്മാർ വണ്ടി എടുത്തിയാണ്ട് റോട്ടിൽ അതിനെ പിടിച്ച് വെച്ചിരിക്കണം. വാലിൽ കുറേ പിടിച്ച് കറക്കി റോട്ടിൽ തന്നെ ഇട്ടു. മറ്റേത് അങ്ങോട്ട് കയറാനൊക്കെ നോക്കിയിരുന്നു, അങ്ങോട്ടൊക്കെ പോകാൻ നോക്കിയിരുന്നു. അതിൻ്റെ ഒടുവിലാണ് അവസാനം ഓല സ്കൂട്ടറിൽ കയറിയിട്ട് പിന്നെ അവിടെ അങ്ങനെ നിന്നത്. സ്കൂട്ടർ ഇവിടെ വെച്ചേക്കിയിരുന്നു. അയിമലങ്ങനെ നിന്നു. അയിമലങ്ങനെ നിന്നതിന് ശേഷം പിന്നെ അങ്ങോട്ടും പോയിട്ടില്ല. കുറേ ആൾക്കാർ കൂടി റോഡ് ഫുള്ള് ബ്ലോക്ക് ചെയ്ത് നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. ആ സമയത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ അയിമ അങ്ങനെ ചുറ്റി കുടുങ്ങി അങ്ങനെ നിന്നു. സൈസ് ഫുള്ള് അത് കുറേ നേരം നിന്നുകൊണ്ട് പിന്നെ ഫോറസ്റ്റിനും അതുപോലെ ഫയർഫോഴ്സിനൊക്കെ വിളിച്ചിരുന്നു. പക്ഷെ അവിടെ നിന്ന് ആളെത്തിയില്ല. പോലെ പാമ്പുടുത്തക്കാരെ വിളിച്ചോളി പറഞ്ഞിട്ട് കുറേ ആളെ ചോദിച്ചു. അവസാനം നമ്മളെ കോട്ടാലിന് സുനു, ഓട്ടോ ഡ്രൈവർ സുനാണ് വന്നത്. അതിൻ്റെ പേപ്പറും കാര്യമുള്ള ആളാണ്. അപ്പോൾ മൂപ്പര് വന്നുകൊണ്ട് അതിനെ പിടിച്ച് കൊണ്ടുപോയി. ആ വീടിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ അടിക്കൊക്കെ പോകാൻ നോക്കിയിട്ട് ബസ്സൊക്കെ അവിടെ ചാക്കൊക്കെ പിടിച്ച് നിന്നിരുന്നു. എന്തായാലും ഇന്നലെ രാത്രി ഭയങ്കര സംഭവം. ആ മയത്ത് ഫുൾ ആൾക്കാർ നിന്നിട്ട് അതിനെ പിടിച്ച് കൊണ്ടല്ല. ഈ ഏരിയയിൽ മലമ്പാമ്പിനെ കാണാനൊക്കെ കുറേ കാലത്തിന് ശേഷം പണ്ടൊക്കെ അങ്ങാടിയിലൊക്കെ പിടിച്ചിട്ട് പറഞ്ഞ് കേട്ട് തന്നെ നമ്മൾക്ക് നേരിട്ട് കാണപ്പോഴാണ്. അല്ലെങ്കിൽ മലമ്പുഴ മൈസൂർ സൂവിലൊക്കെ പോകുമ്പോഴാണ് ഇതിനെ കാണുന്നത്. വലിയൊരു അനുഭവം തന്നെയാണ് എല്ലാവർക്കും. കുട്ടികൾക്ക് വലിയവർക്കൊക്കെ ഒരു കൗതുകം തന്നെയായിരുന്നു. ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ ക്ലാരിറ്റി കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും കണ്ടിട്ടുള്ള വിചാരിക്കുന്നു. എന്നാലും ഞാൻ ഷോപ്പ് പോട്ടെ. ഷോപ്പ് പോലെ ടൈം ആക്കിയിട്ട് ഓക്കെ, നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ഇപ്പോൾ നമ്മൾ വണ്ടൂർ എത്തിയിട്ടോ. കട തുറന്നിട്ടുണ്ട്. രാവിലെ ഡോക്ടറാണ് 10:30 മുതൽ 12 വരെ ഡോക്ടർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓർഡർ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു. ചെറിയൊരു പരിപാടി ഉണ്ട്. ഇത് ഫാത്തിമൻ്റെ ബാഗാണ്. അടുത്ത് റിപ്പയർ ചെയ്യാൻ കൊടുക്കണം. ഇവിടെ അടുത്ത് തന്നെ എൻ്റെ കട ഉണ്ട്. നമുക്കിതിവിടെ റിപ്പയർ കൊടുക്കട്ടെ. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ തന്നെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിൽ നമ്മുടെ ബ്രദേഴ്സ് മെഡിക്കൽസ് ഒക്കെ ഉണ്ടല്ലോ കളി റോട്ടിൽ, അതിൻ്റെ ബിൽഡിങ്ങാണ് ഇത് വരുന്നത്. ഫ്രണ്ടിൽ ബ്രദേഴ്സ് മെഡിക്കൽസാണ്. ഓപ്പോസിറ്റ് UKB. നേരെ ഓപ്പോസിറ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ റോയൽസിൻ്റെ ടൈലർ ഷോപ്പൊക്കെ. അതുകൊണ്ട് ബാഗ് റിപ്പയർ, എല്ലാ ബാഗ് റിപ്പയർ ഉണ്ടോ നോക്കാം. ഇതൊന്ന് ശരിയാക്കാം. അടിയിൽ ഇത് പോയതാ. ഡെയിലി വ്ളോഗാ ഇത് കീറിയത്. ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്യും. ഇവിടെ കടയിൽ എല്ലാ ബാഗും റിപ്പയർ ചെയ്ത് തരും കേട്ടോ. ഏത് ഐറ്റം ബാഗ് കൊണ്ടുവന്നാലും എന്ത് കേടാണെങ്കിലും റിപ്പയർ ചെയ്ത് തരും. അതുപോലെ എല്ലാ ബാഗും ഇവിടെ അവൈലബിൾ ആണ് അല്ലേ. സ്കൂൾ ബാഗും ലേഡീസ് ബാഗും എല്ലാ ബാഗുകളും റിപ്പയർ ചെയ്യും. അത് ശരിയായിട്ട് പള്ളി ചാനൽ ലൈഫ് ഓഫ് PMR എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ലൈഫ് ഓഫ് PMR. അത് കൈമോൾ കൊണ്ടുവന്നു കേട്ടോ. പള്ളിയിൽ പോകുമ്പോൾ ഇവർ പള്ളിയിൽ പോകുന്ന നേരത്ത് അവിടെ കൊണ്ടുവന്ന് തരും. നമ്മളെ പൂച്ച കുറച്ച് സൈറ്റ് അവിടെ കാണാമല്ലോ, അവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട. കാളിയാർ റോഡിൽ ബ്രദേഴ്സ് മെഡിക്കൽസിൻ്റെ ആ ഉള്ളിൽ കൂടെ വഴി കേട്ടോ. നമ്മുടെ കടൻ്റെ അവിടെ നിർത്തിയിട്ടും ഇങ്ങോട്ട് വരാൻ കഴിയും. നമുക്ക് കടയിൽ പോയി അവിടെ പേഷ്യൻ്റ് വന്നാണ്. അപ്പോൾ ഉച്ചയായിട്ടോ. ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ടുണ്ട്. നമുക്ക് പള്ളിയിൽ പോയി വരാം. ബോർഡ് വെച്ചു. രാവിലെ സേന ഡോക്ടറായിരുന്നു. ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോയിട്ടുള്ളൂ. നമുക്ക് പള്ളിയിൽ പോയിട്ട് ടൂറിസ്റ്റ് വരാട്ടോ. ഫുഡ് കഴിച്ചോ? ഞാൻ പള്ളിയിൽ പോരാട്ടോ. നമ്മുടെ
CM ബുക്ക് സ്റ്റാൾ മാനാക്കണം ഇവിടെ ഫുഡ് കഴിക്കണം. പറയല്ലോ ഓക്കെയാ പള്ളി പോരട്ടോ. എന്തൊരു ഉറക്ക ക്ഷീണം പോലെ. ഇതൊക്കെ പോയി കഴിക്കും. ഞാൻ പോയി ഫുഡ് കഴിച്ചെടുക്കാം. തിരക്ക് കാര്യങ്ങൾ കുറവാണ്. ഫുഡ് കഴിച്ചല്ല സ്കെച്ച് വരാം. എന്നിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാം. ഫുഡ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. ഇന്നലെ ഒരു സാലഡ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അതും കുറച്ച് റൈസൊക്കെ പാർസൽ കൊണ്ടുവന്നിട്ട് ഞാൻ പള്ളി പോയി വന്നിട്ട് കാണിച്ചു. നല്ല വെയിലാട്ടോ, ഒട്ട വെയിലാണ്. മഴക്കാലൊക്കെ മാറി പോകുന്നു. ഫാത്തിമ മെഡിക്കൽസ്. നിസ്കാരം കഴിഞ്ഞ് പോകുന്നു കേട്ടോ. നേരെ കടയിൽ പോവാം. ഉച്ചഭക്ഷണം കഴിക്കാം കേട്ടോ. ഉച്ചഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. സാലഡും കുറച്ച് റൈസൊക്കെ ഉള്ളത്. പിന്നെ ഉച്ചഭക്ഷണം ഇത് കഴിച്ചിട്ട് വേണം കേട്ടോ. ഇന്ന് രാവിലെ കൊടുത്ത ഓർഡർ എത്തിക്കണം കേട്ടോ. നമ്മുടെ വെള്ളാഞ്ചിറ കമ്പനിയിൽ നിന്ന് കൊടുത്ത പെരുന്തക്ക് വന്ന് നോക്കാം. മെയിനായിട്ട് ഇതാ നമ്മുടെ അജ്മാംസിലേക്ക് എത്തിയിട്ടുണ്ട്. പാപ്പുദ്ദീസ് വെള്ളാഞ്ചിറയുടെ സ്പെഷ്യലായിട്ടുള്ള ഓൺ പ്രൊഡക്ഷൻ വെള്ളാഞ്ചിറ അജ്മാംസിലേഹം പേറ്റ് ലേഹം. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അജ്മാംസിലേഹത്തെ എല്ലാവർക്കും അറിയാവുന്നൊരു ലേഹമായിട്ട് പ്രസവരസയിൽ നമ്പർ 1 ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലേഹമാണ് വെള്ളാഞ്ചിറയുടെ അജ്മാംസിലേഹം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ലൈഫ് ഓഫ് ഞാൻ നിങ്ങളോട് പറഞ്ഞു കേട്ടു കൊടുക്കാം. പ്രസവശേഷം ഓരോ അമ്മയും കടന്നുപോകുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു. ക്ഷീണം, വിളർച്ച, ശരീരവേദനകൾ, മുലപ്പാൽ കുറവ്, ഈ വെല്ലുവിളിയെല്ലാം നിങ്ങൾ നിലട്ടുന്നുണ്ടോ? അതിനുള്ള പെർഫെക്റ്റ് സൊല്യൂഷനാണ് വെള്ളാഞ്ചിറയുടെ അജ്മാംസ് ലേഹ്യം. പ്രസവശേഷം ശരീരത്തിൽ നഷ്ടപ്പെട്ട ഊർജ്ജവും ബലവും വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു വിശിഷ്ട ഔഷധമാണിത്. ആടിന്റെ കാൽ, ഊര, തല എന്നിവയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സത്ത്, ഒപ്പം അശ്വഗന്ധ, ശതാവരി, ബല, ദശമൂലം തുടങ്ങി ഒട്ടനവധി ഔഷധസസ്യങ്ങളും ശുദ്ധമായ നെയ്യും ചേർത്താണ് ഈ ലേഹ്യം തയ്യാറാക്കുന്നത്. നടുവേദന, സന്ധിവേദന, പേശിവേദന തുടങ്ങിയ പ്രസവാനന്തര ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം നൽകുന്നു. മുലപ്പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. ശരീരത്തിന് നഷ്ടപ്പെട്ട പോഷകങ്ങൾ തിരികെ നൽകി ശരീരപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. ഇത് രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു. ഗർഭാശയത്തെ ശുദ്ധീകരിക്കാനും പൂർവ്വസ്ഥിതിയിലാക്കാനും ഇത് സഹായിക്കും. നിങ്ങളുടെ ആരോഗ്യവും കുഞ്ഞിന്റെ ഭാവിയും സുരക്ഷിതമാക്കാൻ ഇപ്പോൾ തന്നെ അജ്മാംസ് ലേഹം സ്വന്തമാക്കും. ഏറ്റവും ഗുണമേന്മയുള്ള വെള്ളാഞ്ചിറ ആയുർവേദയുടെ അജ്മാംസ് ലേഹം നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വെള്ളാഞ്ചിറയുടെ എല്ലാ ഔട്ട്ലെറ്റുകളും ഇത് ലഭ്യമാണ്. പുറമെ മലപ്പുറം ജില്ലയിലെ എല്ലാ പ്രമുഖ ആയുർവേദ കടകളിലും വെള്ളാഞ്ചിറ ആയുർവേദയുടെ അജ്മാംസ് ലേഹം നിങ്ങൾക്ക് ലഭിക്കും. നിസ്കാര ടൈം ആയി കേട്ടോ. അസർബാങ്ക് കൊടുത്തിട്ടുണ്ട്. പള്ളിയിൽ പോയി വരാം. കോഡ് കാര്യങ്ങൾ വെച്ചു. ചാക്കരി പറഞ്ഞ പോയിട്ട് പള്ളിയിൽ പോയി വരാട്ടോ. ഓക്കെ പള്ളി പോയിട്ടോ. പള്ളി പോയി എനിക്ക് പോകാറുണ്ട്. നോക്കി പോണേക്ക് സ്റ്റാൻഡിലൊന്ന് പോയിട്ടുണ്ട് പള്ളിയിൽ പോകാൻ. ഇപ്പോൾ നന്നാക്കാൻ കൊടുക്കാറുണ്ട്. സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ അതിൻ്റെ ചെരുപ്പൂത്തിയുണ്ട്. പള്ളി പോരാ ഈ കുട കൊടുത്തിട്ട് വരും. കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എന്തായാലും സ്റ്റാൻഡിൽ കൊടുത്തതിന് ശേഷം അങ്ങനെ നമുക്ക് വേറെ റൂട്ടുണ്ട്. നെൽബർ റോട്ടിലേക്ക് എത്താൻ അങ്ങോട്ട് പോവാം. ഇവിടെ കാളിയ റോട്ടിൽ UKV മെഡിക്കൽസിൻ്റെ ഒക്കെ ബാക്കിലാണ് നമ്മുടെ പഴയ ഷോപ്പ് ഉണ്ട്. കെയർ ബേക്കറിൻ്റെ അടുത്ത്. ഇതിലൊരു ഷോർട്ട് കട്ട് ഉണ്ട് നമ്മളെ കടയ്ക്ക്. ഇപ്പോൾ ഈ ഫാൻസി എന്ന സ്ഥലത്തായിരുന്നു നമ്മൾ ആദ്യത്തെ ഷോപ്പ് ഉണ്ടായിരുന്നത്. ഇവിടുത്തെ റൂം ആയിക്കാണ്ട് ഇത്ര പുറത്തേക്കുള്ള സ്പേസ് ഒന്നും ഇല്ലായിരുന്നു. ചെറിയൊരു സ്ഥലമുള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ തന്നെ അപ്പുറത്തേക്ക് മാറിയതാണ്. ഈ ഗല്ലി നമ്മളൊരു ഏരിയ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ പുതിയ മൊബൈൽ ഷോപ്പ്, സർവീസ് സെൻറ്റർ, നമ്മളൊക്കെ ഫോൺ ഇവിടെ നിന്ന് എടുക്കില്ല. ഇതാ പവാസിൻ്റെ മൊബൈൽ ഷോപ്പ്. ഇതൊക്കെ ഏത് ഫോൺ വേണമെങ്കിലും സർവീസ് ചെയ്യാനും പുതിയതോ സെക്കൻഡ് ഹാൻഡൊക്കെ വാങ്ങാനൊക്കെ ഇങ്ങോട്ടാണ് വരല്. നല്ല അഫോർഡബിളായിട്ട് പ്രൈസിൽ സാധനം കിട്ടുന്നുണ്ടോ. ലാസ്റ്റ് ഹിബുവിന് സായിദാബുവിൻ്റെ കുട്ടിക്ക് ഹിബുവിന് ഫോൺ എടുത്തൊക്കെ വിടണം. അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ ഗല്ലി പോകുന്നുണ്ട് അങ്ങോട്ട് മാർക്കറ്റ് പോലെ. സ്റ്റാൻഡിലെത്തിയിട്ടോ. ഇതിനപ്പുറത്തെ സൈഡിൽ ചെരുപ്പൂത്തിൻ്റെ നമ്മുടെ കാളികാവ് മണൽ ബസ് സ്റ്റാൻഡ് കേട്ടോ. ഇതേ ഓക്കെ ഇന്ന് കിട്ടൂലല്ലോ. കിട്ടണമെങ്കിൽ കൊണ്ടുവരട്ടോ. ഞാൻ നാളെ തരാം. സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ഒരു ഷോർട്ട് ഉണ്ട്. ഇവിടെ ധന്വന്തരി വരിശാലായിട്ട് കേട്ടോ. ഇതിങ്ങനെ ചെറിയ ഷോർട്ട് കട്ടുണ്ട്. നേരെ പോണത് നമ്മളെ മുജാഹിദ് പള്ളിയാണ് ഓപ്പോസിറ്റ് കാണുന്നത്. കണ്ടോ നമ്മളിപ്പോൾ നിലമ്പൂർ റോട്ടിൽ എത്തി. നമ്മളെ അജുബ സ്വീറ്റ്സും മുജാഹിദ് പള്ളീൻ്റെ മുമ്പിലെത്തി. ഇവിടെ നിലമ്പൂർ, ഇത് നമ്മളെ വണ്ടൂർ ടൗണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അസർ സ്കെച്ചിട്ട് കയറിയിട്ട് നേരെ കടയിലേക്ക് പോട്ടോ. കയറാൻ കഴിഞ്ഞിട്ടോ ഞാൻ കടയിലേക്ക് പോകും. സെൻട്രൽ പോലീസ് ബസ് വിലം കിട്ടുമോ
ട്രാഫിക് ബ്ലോക്കായി പോലീസുകാരം എന്തൊക്കെയോ ചോദിച്ചും പറയുന്നുണ്ട്. നമ്മൾ രാവിലെ കട തുറക്കാൻ വരുന്ന സമയത്ത് ബസ്സിൻ്റെ ഫോട്ടോ എടുത്ത് ചെറിയ പറ്റി ഷോപ്പിലെത്തി. ആരും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ചില ചായ ഓർഡർ ചെയ്തിട്ട് കടയിൽ കയറട്ടോ. രാവിലെ നമ്മൾ വരുന്ന സമയത്ത് പോലീസൊന്നും അവിടെ ഉണ്ടാവില്ല, അതുകൊണ്ടൊക്കെ തിരക്കും കാര്യവും ഉണ്ടാവില്ല. പോലീസ് വന്നാൽ പിന്നെ ഭയങ്കര ബ്ലോക്ക് ചെയ്യട്ടോ. നമുക്കിവിടെ കാലി ചായ വിത്തൗട്ട് ചായ ഓർഡർ ചെയ്യട്ടെ. ഒരു ചായ വിത്തൗട്ട് നമുക്ക് കടയിൽ കയറട്ടോ. നമുക്ക് വൈകുന്നേരം കുറച്ച് ഓർഡർ കാര്യങ്ങൾ കൊടുക്കാണ്ട് നമ്മളെ കമ്പനിക്കല്ലാത്ത മരുന്നുകൾ, പുറത്തുനിന്നുള്ള മരുന്നുകൾ വൈകുന്നേരത്തിലാണ് ഓർഡർ കൊടുക്കൽ. അത് വൈകുന്നേരം അയച്ചാൽ നാളെ രണ്ടും ഒരേ ടൈമിലാണ് എത്തുക. എന്തായാലും ആ ഓർഡറും കാര്യങ്ങൾ നോക്കട്ടെ. അവിടെ ഒരു പാർട്ടിൻ്റെ ഇന്നലെ കൊടുത്തത് ഇന്ന് മരുന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ആക്കിട്ടോ. അത് കാണാം. അപ്പോൾ മരുന്നുകളൊക്കെ റാക്കിൽ ചെയ്തിട്ടോ. അപ്പോൾ പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ കർക്കിടക്കഞ്ഞി കിറ്റ് മൊത്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മരുന്ന് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് അവൈലബിൾ ആണ് കേട്ടോ. വെള്ളാഞ്ചിറയുടെ കർക്കിടക്കഞ്ഞി മരുന്ന്, അതായത് നവരാരി, ഉലിവി, ആശാടൊക്കെ നിങ്ങളുടെ ഓൾറെഡി നല്ല ക്വാളിറ്റി ഉള്ളത്, വെള്ളാഞ്ചിറിൻ്റെ പോലെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിലേക്ക് ചേർക്കേണ്ട കഞ്ഞി കിറ്റിൻ്റെ മെയിൻ ഐറ്റംസ് ആ മരുന്നാണ്. മരുന്ന് മതി എന്നുണ്ടെങ്കിൽ മരുന്ന് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. 50 ഗ്രാമിൻ്റെ പാക്കറ്റ് അതിൽ വെറും 120 രൂപ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്, വന്നാൽ മതി. സ്റ്റോക്ക് ഉണ്ട്. കിറ്റും പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. തേങ്ങ മരുന്നൊക്കെ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് ചായക്ക് കുടിച്ച് കഴിഞ്ഞു. ഇപ്പോൾ മരുന്ന് വാങ്ങ് കൊടുക്കാനായിക്കണ്. അപ്പോൾ കൊടുത്തിട്ട് പള്ളിയിൽ പോയിട്ട് വരാം കേട്ടോ. അതോളം കുറച്ച് ബില്ലുകൾ ബുക്കിൽ ആഡ് ചെയ്യാണ്ട് അത് ആഡ് ചെയ്തിട്ട് പള്ളിയിൽ പോകും. ഇപ്പോൾ വ്യാപാരി വ്യവസായൻ്റെ ആൾ കൊണ്ടുവന്ന് വന്നതാട്ടോ. കേരള മർച്ചൻറ്റേഴ്സ് അസോസിയേഷൻ ആൻഡ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വണ്ടൂർ ഒരു ഫാമിലി ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. വാർഷിക ജനറൽ ബോഡി കുടുംബ സംഗമവും. അപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റ് 6 ബുധനാഴ്ച, 2025 ഓഗസ്റ്റ് 6 ബുധനാഴ്ചയാണ് പരിപാടി വരുന്നത്. നമ്മളെ KT കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ്. പുള്ളിക്കലോട് വലിയൊരു ഒട്ടൂരാണ് വണ്ടൂരിൻ്റെ അടുത്തുള്ള. അപ്പോൾ ഒരുപാട് പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. സലീം ആൻഡ് ഫാമിലിയുടെ മ്യൂസിക്കൽ നൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അന്ന് രാത്രി ഗംഭീര പരിപാടി കാണാം കേട്ടോ. നമ്മുടെ ഫോണുള്ള ജിയോ സിമ്മാണ് കേട്ടോ. ജിയോ സിമ്മിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നമുക്കിപ്പോൾ ഒരു ഡൗൺലോഡിങ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു ഡൗൺലോഡിങ് ചെയ്യാൻ നോക്കിയിട്ട് സംഭവം നടക്കുന്നില്ല. കാരണം 5G ആണ് ഇവിടെ. 5G അൺലിമിറ്റഡ് ആണെന്ന് കയറ്റുക. 5G 2GB കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അൺലിമിറ്റഡ് ആയിട്ട് നെറ്റ് കിട്ടുന്നുണ്ട്. നല്ല ഫാസ്റ്റ് കിട്ടേണ്ടതാണ്. പക്ഷെ അതൊന്നും കിട്ടുന്നില്ല. ഭയങ്കര സ്ലോ ആണ്. വരുമ്പോൾ കൊണ്ടൊരു ടൗണിൽ തന്നെയാണ്. ജിയോ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് ഡൗൺലോഡിങ് ഒക്കെ പലപ്പോഴും കുറേ ടൈം ലേറ്റ് ആയിട്ടാണ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്താ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്ക്. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്ക്. ഞാൻ സ്പെഷ്യലി പറയുമ്പോൾ നിർത്തിയത് എൻ്റെ മെമ്മറി ഫുള്ളായി. അതിന് മാത്രം സ്പെഷ്യൽ ഉണ്ടല്ലേ? നമുക്ക് പിന്നെ പറയാം. അത്ര സ്പെഷ്യൽ താങ്കളുടെ കൈക്ക് നമുക്കില്ല. അതുകൊണ്ട് വന്നത് സ്പെഷ്യൽ പിന്നെ നമുക്ക് നമ്മുടെ പരിപാടി നോക്കാം. അപ്പോൾ ഗൈസ് മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടോ. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ. സാധാരണ ഈ ടൈമിൽ നമുക്ക് ബാങ്ക് കൊടുത്ത ഉടനെ പോകാൻ പറ്റലില്ല. കസ്റ്റമേഴ്സും തിരക്ക് കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇപ്പോൾ കുറച്ച് ഫ്രീ ഉണ്ട്. അപ്പോൾ എന്തായാലും വേഗം പള്ളിയിൽ പോയി വരാം. കുറച്ച് നേരം നിന്നാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പള്ളി നിസ്കാരം കഴിഞ്ഞാൽ ആൾ വരും. അപ്പോൾ നമുക്ക് പോകാൻ ലേറ്റ് ആവും. അത് മുമ്പ് പറഞ്ഞിരുന്നു. ഒന്ന് ലേറ്റായാൽ നമ്മൾ ലേറ്റ് ആവും, പിന്നെയൊക്കെ കുളമാവും. അപ്പോൾ വേഗം പള്ളിയിൽ പോയി വരാം. പോണ വഴിക്ക് ഒരു സാധനം വാങ്ങാനുണ്ട്. ഷെഫിത്ത കുട്ടികൾക്കുള്ള ബുക്ക് വാങ്ങാൻ പറഞ്ഞിരുന്നു, ലൈബ്രറിൻ്റെ ഒക്കെ. അപ്പോൾ പോണ വഴിക്ക് കാണിച്ചു തരാം. പള്ളി പോരാട്ടോ. ബോർഡ് വെച്ചിട്ടില്ല. ഓക്കെ, നമസ്കാര സമയം. വേഗം പള്ളിക്ക് പോയി. എന്താ ആൾക്കാർ പള്ളി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് കടയിലേക്ക് എത്താൻ പറ്റും. ഇവിടെ നേരെ ഓപ്പോസിറ്റ് മടക്കത്തിൽ നമുക്ക് ഇവിടെ കയറാം കേട്ടോ. ഓപ്പോസിറ്റുള്ള അലമീൻ ബുക്ക് സ്റ്റാളിൽ പുതുതാക്കിയാണ്, വലിയ സ്റ്റോറാക്കി. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതേപോലെ മടങ്ങുമ്പോൾ വാങ്ങാം. നമസ്കാരം കഴിഞ്ഞിട്ടോ. അപ്പോൾ കടയിൽ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇത് സാധനം വാങ്ങാനുണ്ട്, കുട്ടികൾക്കുള്ള ബുക്ക് വാങ്ങാനുണ്ട്. നമ്മളാദ്യം ഇവിടെ ആയാലും വന്നോടെ പോയോട്ടെ കേട്ടോ. കടയിൽ ഫെസ്റ്റിവൽസായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. പിന്നെ ഒരു കുറേ നേരം വെയിറ്റ് ചെയ്ത്. അപ്പം
ആരും വന്നിട്ടില്ല. കോഡ് തിരിച്ചു വെക്കാലും വന്നാൽ വിളിച്ചോളും. അസിപ്പ് പറട്ടോ, കോഡ് വെച്ചു പാല് വന്നാൽ വിളിച്ചോളും. നമുക്ക് വേഗം ഇവിടെ പോയിക്കാണ്ട് കുറച്ച് സാധനം വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. ലൈബ്രറി സ്കൂൾ മാസ്റ്റർ പോലത്തെ അത് വാങ്ങിയിട്ട് വരാം. എല്ലാ ബുക്കുകളും ഉണ്ട് കേട്ടോ. നോക്കിയാൽ ലൈബ്രറി ഇന്ത്യ 6ാം ക്ലാസ് 8ാം ക്ലാസ്സും ഇംഗ്ലീഷ് മീഡിയം ഓഗസ്റ്റ്. ഇപ്പോൾ ലൈബ്രറി ഇന്ത്യയാണ് ഇവിടെ വാങ്ങുന്നത്. എല്ലാ നോവലുകളും കിട്ടുന്നുണ്ട്. ഇപ്പോൾ വേണ്ട PSCക്ക് വേണ്ടതാണെങ്കിലും മറ്റ് എക്സാംസിനുള്ള ബുക്കുകളാണെങ്കിലും പല ചരിത്ര ബുക്കുകൾ, പിന്നെ മാസികകൾ, ചെറിയ കുട്ടികൾക്കുള്ളത്, ഓഫ്സെറ്റ് സാധനങ്ങൾ, പ്രിൻ്റ്, പെന്ന്, പേപ്പറുകൾ, ഒരുവിധം എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിളാണ്. ഏനെ സ്റ്റുഡൻസിൻ്റെ മാറ്റം എന്താ ചോദിച്ചോട്ടെ. എല്ലാം ഇവിടെ അവൈലബിളാണ്. നല്ല സ്റ്റേഷനറി, പെന്ന്, പെൻസിൽ, കാര്യങ്ങളൊക്കെ. ബാഗ് ആണെങ്കിൽ ഇത് അതിൻ്റെ തൊട്ടടുത്തുള്ള പെൻസിൽ, ബാഗ് ഐറ്റംസൊക്കെ കിട്ടും. ആണോടാ. അപ്പോൾ ലൈബ്രറി ഇന്ത്യ കഴിഞ്ഞാണ്. അത് നേരത്തെ കാലത്തെ സാധനം സെയിലോട്ടാവും. നമ്മൾ മുൻകൂട്ടി വിളിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ പകരം സ്റ്റുഡൻസിൻ്റെ ഉണ്ട് കേട്ടോ. സെയിം തന്നെ വരുന്നത്. അപ്പോൾ നേരെ കടയ്ക്ക് പോവാം. അപ്പോൾ നമ്മൾ കണക്കൊക്കെ നോക്കി കട ക്ലോസ് ചെയ്യാൻ നിൽക്കണം കേട്ടോ. ടൈം 8:30 ആവാനായിക്കണ്. ആശിക്ക് വിളിച്ചിരുന്നു. അവൻ്റെ അനിയൻ വരുന്നുണ്ട്. അവൻ്റെ സ്കൂട്ടർ നാളെ വർക്ക്ഷോപ്പ് കൊടുക്കാൻ വേണ്ടി, വർക്ക്ഷോപ്പ് കൊടുക്കാനല്ല, അവന് കോയമ്പത്തൂരിൽ നിന്ന് വരികയാണ്. അപ്പോൾ രാവിലെ നമുക്ക് വണ്ടി കിട്ടാൻ വേണ്ടി ഇവിടെ നമ്മുടെ കടൻ്റെ അവിടെ വെക്കാൻ പറഞ്ഞത്. അപ്പോൾ അവൻ്റെ അനിയൻ്റെ അടുത്ത് കൊടുത്തു വരുന്നുണ്ട്. ആ വണ്ടിയോടെ വെച്ചിട്ട് ഞാൻ പോകുമ്പോൾ അവനെയും കൊണ്ട് വീട്ടിൽ തിരിച്ചു പോകണം. പിന്നെ ചെറുത്ത ഷെഫിത്തെ കുളിച്ചിന് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്. നേരത്തെ അലവിന്ന് വാങ്ങിയില്ല. ഇപ്പോൾ ഇവിടുത്തെ ബുക്ക് ഇഷ്ടമുള്ള ഒരു ബുക്ക് വാങ്ങാനുണ്ട്. പിന്നെ പോകുമ്പോൾ നൗഫൽ വിളിച്ചിരുന്നു, ഷിബുവിൻ്റെ കാക്ക. അവർക്ക് മെഡിസിനൊക്കെ പുറത്ത് വാങ്ങാണ്ട്. ഇവിടുന്ന് കുറേ മരുന്നുണ്ട്, അയ്യാ എടുത്തിക്കണം. പുറത്ത് വാങ്ങാൻ നമുക്ക് പോകുമ്പോൾ വാങ്ങിയിട്ട് പോകണം. ഇവിടുത്തെ ബുക്ക് ഇഷ്ടമുള്ള ബുക്ക് വാങ്ങിയിട്ട് വരാം. എത്രയാണ്? 20 രൂപ. ഫോൺ പേ ചെയ്യാം. നമ്മൾ അടച്ചിറങ്ങി കേട്ടോ. ലൈറ്റ് ക്ലോസ് ചെയ്തിട്ട് സമയം 9:15 ആയി. ഒരു ചായൻ്റെ പൈസ കൊടുക്കട്ടെ. ഹായ് പോയി. ആ പോവാ. മൂപ്പര് വന്നു കഴിഞ്ഞാൽ അപ്പം പിന്നെ അബുദാബി പുട്ടാവും. അത് മൂപ്പര് വന്നാൽ അപ്പം അബുദാബി പുട്ട്. അതിന്റെ മുമ്പൊക്കെ അസിന്റെ സാധാ പുട്ട്. അസിയെ ഞാൻ പറഞ്ഞത്. വാ, താങ്ക് യു. നമുക്ക് പോവാ. ഇന്ന് കാണാനുള്ള ത്രാണില്ല. യൂട്യൂബിൽ കാണില്ലേ? യൂട്യൂബില് അതില് ഇവിടെ അതിലെ ഫാസ്റ്റാണല്ലോ. ഇവിടെ സെർച്ച് ഇവിടെ വോയിസ് സെർച്ചുള്ള സാധനമില്ല, ടൈപ്പില്ല. ഇവിടെ ലൈഫ് ഓയോടെ ഓഫ് PMR വെക്കുക. ഒരു 2-3 കാണും. ഫസ്റ്റ് നമ്മളിതാണല്ലോ, അത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അത് എപ്പോഴും വീഡിയോ എന്നോളും. ഈ ബെൽ ബേക്കർ അടിച്ച് 5 വീഡിയോ വരുമ്പോൾ കണ്ടോളും. ഇപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോ ആണ്. നമ്മുടെ നാട്ടിൽ പെരുമ്പാമ്പ് ഇറങ്ങി. എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ നിങ്ങളുണ്ടാവും. ഇത് അവിടെ എവിടെയൊക്കെ ഉണ്ടാവും വീഡിയോസ്. ഓക്കെ, പോയി. ഒരു സബ്സ്ക്രൈബറെ കൂടി കിട്ടിക്കണം. നമുക്ക് പോകാം. ആഷിഖിൻ്റെ അനിയനെ വിളിച്ചത്. അപ്പോൾ ഓന് വരും. അത് വന്നിട്ട് ആ വണ്ടി ഇവിടെ വെച്ചിട്ട് വേണം നമുക്ക് പോകാം. അപ്പോൾ അതാ വന്നിട്ടോ ഇവിടെ കോര സാറിൻ്റെ അനിയൻ അച്ചു സാർ. വണ്ടി നോക്കിയാ ഇങ്ങോട്ടില്ല. ഇവിടെ ചാവി കൊണ്ടുണ്ട്. അവിടെ ഇതിന് അപ്പുറത്തേക്ക് എടുത്ത് ആരും ഇട്ടാൽ മതി. അവിടെ ആരോ രാവിലെ ഉണ്ടാവുക? 6 മണി വരെ ഉണ്ടാവും. പിന്നെ ആരോടെ ഉണ്ടാവുക? കാക്കുണ്ടാവുക. അസി ഇവിടെ ഇവിടെ ഒരു താക്കോല് ഏൽപ്പിക്കാനാ. ഒരു വണ്ടി അവിടെ നിർത്തിയാണ്. എൻ്റെ പെട്ടിപ്പിടിൻ്റെ അപ്പുറത്തേ അവിടെ ഒരു വണ്ടി നിർത്തിയാണ്. നമ്മളെ ആസിക്കിൻ്റെ അവൻ രാവിലെ വരും. ചാവി കൊടുത്തോണ്ടി. ഇതല്ല, അത് അവൻ 5 അവൻ ഇവിടെ കോയമ്പത്തൂരാ.
ആ ഓക്കെ ഓക്കെ എന്നാ വരുമ്പോൾ കൊടുത്തോണ്ട് എൻ്റെ അടുത്ത് തരാൻ പറഞ്ഞു രാവിലെ വരുമ്പോൾ കൊടുത്തോണ്ട് വാ ഞങ്ങൾ പോകാം അല്ല എൻ്റെ വണ്ടി ഇവിടെ നമ്മൾ അങ്ങാടി എത്തി അപ്പോൾ ഇപ്പോൾ ഇവിടെ കടയിൽ സാധനമായി പോകണം. അപ്പോൾ ആശുപത്രി തന്നെ നമ്മൾ മുതലേ അങ്ങാടിയിൽ ഇറക്കിയിട്ടുണ്ടോ നമ്മുടെ ക്ലബ്ബിൽ ഇറങ്ങിയെങ്കിലും നമുക്ക് ഷെബീറിൻ്റെ കൂടെ മരുന്ന് കൊടുക്കാണ്ട് അത് കൊടുത്തിട്ട് പോവാം. അപ്പോൾ ഷെബീറിൻ്റെ കൂടെ മരുന്ന് കൊടുത്തു ഞങ്ങൾക്ക് നേരെ വീട്ടിൽ പോകട്ടോ. അപ്പോൾ വീട്ടിലെത്തിട്ടോ. ഇന്നലെ പാമ്പ് കണ്ട സ്ഥലമാണ്. ഇന്നലെ ഈ സമയം ഒരു വൻ ജനാവലി തീർത്ത സ്ഥലമാണിപ്പോൾ. ഒരു മനുഷ്യനുമില്ല, ഒരു പാമ്പിൻ്റെയൊക്കെ റേഞ്ച്. ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. വീട്ടിലെത്തി പിന്നെ കുറേ പരിപാടികളുണ്ട്. രാത്രി ഫുഡ് കഴിക്കണം. ഡിന്നറിന് നമ്മുടെ ഐറ്റംസ് ഒന്നും റെഡി ആക്കിയിട്ടില്ല. അതൊക്കെ കഴിക്കണം, അതൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കണം. പിന്നെ വർക്കൗട്ട് രാവിലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും വർക്കൗട്ട് ഇന്ന് രാത്രി എന്തായാലും ചെയ്യണം. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ പോയിക്കോട്ടെ. പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി, പടച്ചോൻ്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി, അന്യോന്യം പോരാടി പോരാടി നിൽക്കേ, ഉന്നാര ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട, അമ്പലവും പുണ്യ മസ്ജിദുമെല്ലാം അൻപിൻ്റെ കാഹളമോതുകയല്ലോ, അമ്പലവും പുണ്യ മസ്ജിദുമെല്ലാം അൻപിൻ്റെ കാഹളമോതുകയല്ലോ, എന്നിട്ടും വളൂരി നിൽക്കുന്നു നമ്മൾ, കൊന്ന് ജയിക്കുവാൻ നോക്കുന്നു നമ്മൾ, പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി, പടച്ചോൻ്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. കണ്ടോളിട്ടോ കണ്ടോളി. വർക്കൗട്ട് അതിന് കഴിച്ചു. നമുക്ക് ലൈറ്റായിട്ട് ഡയറ്റായിട്ട് ഒരു ഡിന്നർ കഴിക്കാം. വർക്കൗട്ട് ഇപ്പോൾ ഇന്ന് 20th ഡേ, നാളെ 21. അപ്പോൾ രാവിലെ ചെയ്യാത്തതുകൊണ്ടാണ് രാവിലത്തെ വർക്കൗട്ടാണ് ഇപ്പോൾ ചെയ്തത്. അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. കാണുമ്പോൾ മനസ്സിലാവണമെന്ന് അറിയില്ല, എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. നല്ല രീതിയിൽ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് എത്ര കുറഞ്ഞു എന്നുള്ളത് ഞാൻ ഒരു 1 month കംപ്ലീറ്റ് ചെയ്തിട്ട് അപ്പോഴത്തെ നിലവിലുള്ളതും എത്ര കുറഞ്ഞു എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു കേട്ടോ. പോയിക്കോട്ടെ ഡിന്നറിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ. അപ്പോൾ രാത്രി ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു വെജിറ്റബിൾ സാലഡ് കേട്ടോ. ഇതിൽ ആപ്പിളുണ്ട്, ക്യാരറ്റ്, ലച്ചൂസ്, പിന്നെ എനിക്ക് ടേസ്റ്റിന് വേണ്ടി ഞാൻ കുറച്ച് പൊട്ടാറ്റോ വെച്ചിട്ടുണ്ട്. അത് നോക്കി ഗൈസ്. എന്നിട്ട് എഗ്ഗ് പുഴുങ്ങിയപ്പോൾ പകുതി നടു മുറിച്ചതാണ്. അപ്പോൾ നല്ലൊരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ കിട്ടിയത്. മുഹബത്തിൻ്റെ മുട്ട പുഴുങ്ങിയത്, അതും കൂട്ടിയിട്ട് നമ്മൾ സാലഡ് കഴിക്കട്ടോ. അപ്പോൾ ഗൈസ് ഫുഡ് കഴിച്ച് കഴിഞ്ഞു, കുളിച്ച് ഫ്രഷായി. അപ്പോൾ നമുക്ക് കിടക്കാൻ നോക്കട്ടോ. വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കുളി കഴിഞ്ഞ ഉടനെ നമ്മുടെ ഹെയർ ഗ്രോത്ത് സ്പ്രേ എന്നും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഉള്ളിലേക്ക് എത്താൻ കണ്ടിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ നാളെ കാണാം. ബൈ. അസ്സലാമു അലൈക്കും.